السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ ഷാഹ് ഉസ്താദ് അവറുകളെ, സയ്യിദ് ജുനൈദ് തങ്ങൾ അവറുകളെ, അബ്ദുസ്സലാം ഫൈസി അവറുകളെ, മറ്റു ഉലമാ ശിരോമണികളെ, നേതാക്കളെ, മാഷാ അല്ലാഹ്, ഓരോ വർഷവും റബീഉൽ ആഖിർ മാസമാകുമ്പോൾ നമ്മളെല്ലാവരും ഇതുപോലൊരു മഹാസംഗമത്തിൽ ഭാഗവാക്കാവുക എന്നത് കുറേ വർഷങ്ങളായിട്ട് ഈ ഉള്ളവനും ഇതിൽ ഭാഗവാക്കാവുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ യോഗത്തിലേക്ക്, ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ കൊച്ചുകുട്ടികൾ ദപ്പും മുട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ട് നമ്മളെയും തങ്ങളെയും ആഗതരാക്കിയത്. ഈ ദപ്പുമുട്ടുന്നതിനെ പറ്റി എന്തെങ്കിലും ചിലത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ദീനുൽ ഇസ്ലാം അനുവദിച്ചു തന്ന ഒരു കലയാണ് ദഫ്. ഏത് കലയും അതിൻ്റെ കലാരൂപം പൂർണ്ണമാകുന്നത് അത് ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതിലൂടെയാണ്. അത് മനസ്സുകൊണ്ട് ചെയ്യുക എന്നുള്ളതിലൂടെയുമാണ്. അപ്പം ദഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കല. അപ്പൊ അതിന്റെ കല എന്താണ്? അത് എത്ര നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ അത്രയും നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ശർഈയായ കാര്യം, അതിർവരമ്പുകൾ വിട്ടുപോകാതെ. അതുപോലെ ബുർദ ബൈത്ത്, ആഗോള പ്രസിദ്ധമായിട്ടുള്ള വലിയ മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യുന്ന കാവ്യ സമാഹാരമാണ് ബുർദ. ആ ബുർദയുടെ കല അത് എത്ര നന്നാക്കിയിട്ട് പാടാൻ കഴിയുമോ അത്ര നന്നാക്കി പാടണം. അതിൽ ശർഈയായ അതിർവരമ്പ് വിട്ടുകിടക്കാത്ത രൂപത്തിൽ എത്ര നന്നാക്കാൻ കഴിയുമോ അത്ര നന്നാക്കാൻ, എത്ര ഭംഗിയാക്കാൻ കഴിയുമോ അത്ര ഭംഗിയാക്കാൻ, ശർഈന്റെ അതിർവരമ്പുകളിൽ കൂടെ. എന്നാൽ ഇതേ ദഫ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ മുമ്പിൽ വന്നുകൊണ്ട് ഒരു അടിമ സ്ത്രീ, ജാരിയ, ഒരു അടിമ സ്ത്രീ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി നദർതു അൻ അദ്രിബ ബിദ്ദുഫി അലാ റാസിക്.
യുദ്ധത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാലിമും ഗാനിമുമായി വിജയശ്രീ ലാളിതനായിട്ട് ഇങ്ങോട്ട് വന്നാൽ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ തപ്പുമുട്ടാൻ നേർച്ച വെച്ചിരിക്കുന്നു നബിയെ. ആ സ്ത്രീ പറഞ്ഞ അടിമ സ്ത്രീ നമ്മുടെ സ്വതന്ത്ര സ്ത്രീകളുടെ പോലെയല്ല. അവരുടെ ഔറത്തും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം. അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടാണ് നബി തങ്ങളോട് പറയുന്നത്, നബി തങ്ങൾ ഈ യുദ്ധത്തിൽ ജയിച്ചു വന്നാൽ അങ്ങയുടെ മുമ്പിൽ വെച്ച് തപ്പുമുട്ടാൻ ഞാൻ നേർച്ച വെച്ചിരിക്കുന്നു നബിയെ. അപ്പോ വളരെയധികം ചിന്തിക്കാനുണ്ട് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ നേർച്ച വീട്ടിക്കോ. അങ്ങനെ ആ സ്ത്രീ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് തപ്പുമുട്ടുകയും ചെയ്തു, പാടുകയും ചെയ്തു. എന്നിട്ട് പോയി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നേർച്ച എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഇബാദത്താണ്. അതും ദീനിൽ മർഹൂബായ മസ്നൂനായ മൻദൂബായ കാര്യങ്ങളിലേ നേർച്ചയുള്ളൂ. ഹലാലായ കാര്യങ്ങളിൽ നേർച്ചയില്ല. അപ്പൊ ഈ ദഫ് എന്നുള്ളത് ഒരു ഹലാലായ കാര്യമാണ്. ഉദാഹരണത്തിന് ഒരാൾ പറഞ്ഞു, എന്റെ മേൽ എന്താണ് 3 ദിവസം നോമ്പ് നോക്കാൻ ഞാൻ അല്ലാഹുവിന് വേണ്ടി നേർച്ചയാക്കി. അത് നേർച്ചയാണ്. കാരണം നിർബന്ധമല്ലാത്ത ദീനിൽ മർഹൂബായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സ്വന്തത്തിന് മേലിൽ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മേലിൽ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഇതുവരെ നിർബന്ധമല്ലാതിരുന്ന കാര്യം നേർച്ചയാക്കുന്നതോടുകൂടെ അത് അവന്റെ മേൽ നിർബന്ധമായി തീരും. ഇത് സുന്നത്തായ മന്ദൂബായ ഹസനായ കാര്യങ്ങൾ. എന്നാൽ ഹലാലായ കാര്യങ്ങളിൽ നേർച്ചയില്ല. അതേപോലെ തന്നെ അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന കാര്യത്തിലും നേർച്ചയില്ല. ദഫാണെങ്കിലോ കേവലം ഹലാലായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഹലാലാക്കി തന്ന ഒരു കാര്യമാണ് ദപ്പുമുട്ടുക എന്നുള്ളത്. നമ്മൾ ഉണങ്ങിയോ ഒരെല്ലാ കലയും സർഗാത്മകതയും ഒക്കെ ഉണ്ട് എന്നുള്ളതിലേക്കുള്ള തെളിയിലാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അംഗീകരിച്ചിട്ട് കൊണ്ട് പറഞ്ഞു, നീ നിന്റെ നേർച്ച വീട്ടിക്കോ. അപ്പൊ ഇതെങ്ങനെ? ഇവിടെ അതാണ് ദീനുൽ ഇസ്ലാം. വളരെ പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്ന ഒന്നാണ് സ്നേഹം. സ്നേഹം എന്ന അമല്, ആ അമലിന്റെ പ്രത്യേകത പറഞ്ഞാൽ തീരൂല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ അരുളിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബിന ഫിയ വജബത് മഹബ്ബതി ലിൽ മുതബാദിലിന ഫിയ വജബത് മഹബ്ബതി ലിൽ മുതസാവിറിന ഫിയ. എന്റെ അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെന്താ ഇവിടെ? അല്ലാഹു പറയുന്നു, എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു ആരുടെ മേലിൽ? അതായത് പരസ്പരം അല്ലാഹുവിനെ കൊണ്ട് അല്ലാഹുവിനെ കരുതിയിട്ട് സ്നേഹിക്കുന്നവർ. അല്ലാഹുവിന്റെ സ്നേഹം, അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എവിടെ ഉണ്ടാകുമോ അല്ലാഹുവിന് വേണ്ടിയുള്ള കാര്യം അവിടെ ഉണ്ടാകുമ്പോഴേ ഉണ്ടാകും. അതേപോലെ അല്ലാഹുവിനെ കരുതിയിട്ട് സ്നേഹിക്കുന്നത് പരസ്പരം ചെലവഴിക്കുന്നവരിലും അല്ലാഹുവിന്റെ സ്നേഹം നിർബന്ധമായിരിക്കും. അതുപോലെ അല്ലാഹുവിനെ കരുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുന്നവരുടെ മേലിലും എന്താണ് അല്ലാഹുവിന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. സ്നേഹത്തിന് അത്ര വലിയ പ്രാധാന്യം. ആ സ്നേഹം തന്നെ കേവലം ഒരു ഹലാലായ കാര്യത്തിന് ആ സ്നേഹത്തിന്റെ പേരിലാണ് നിർവഹിക്കപ്പെടുന്നത് വരുമ്പോ അത് അല്ലാഹുവിന്റെ അടുക്കൽ നേർച്ചയാക്കപ്പെട്ട് അത് സ്വീകരിക്കപ്പെടുന്ന ഒരു ഇബാദത്തായി തീരുന്നു
എന്നുള്ളതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആ നബിയോടുള്ള മഹബത്ത്, സ്നേഹം കാരണം നബിന്റെ ശത്രുവായിരുന്നെങ്കിൽ നബി ജയിച്ചു വരുമ്പോ സന്തോഷിക്കുവോ? അതല്ലെങ്കിൽ നബിയോട് വേറെന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ നബി തങ്ങൾ ജയിച്ചു വരുമ്പോൾ സന്തോഷിക്കുമോ? ഇല്ല. ജയിച്ചു വരുമ്പോ പാവപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ ഒന്നുമില്ല. അവിടെ അവതരിപ്പിക്കാനായിട്ടുള്ളത്, പ്രകടിപ്പിക്കാനായുള്ളത് ഈ തപ്പ് മാത്രമാണ്. അതുകൊണ്ടിട്ടാണ് ആ സ്ത്രീ വന്നിട്ട് പറയുന്നത്, നബിയെ, അങ്ങയുടെ മുമ്പിൽ തപ്പുമുട്ടാൻ ഞാൻ നേർച്ച വെച്ചിരിക്കുന്നു. നബി ഉടനെ പറയുന്നു, നീ നിന്റെ നേർച്ച വീട്ടിക്കോ. അതൊരു ഇബാദത്ത്, പുണ്യമായ കാര്യം. ആദരവിലും അതപ്രകാരം തന്നെ ബഹുമാനത്തിലും അത് സ്നേഹത്തിലും ഏത് ഹലാലായ കാര്യങ്ങൾ പ്രകടിപ്പിച്ചാൽ, അത് ചെയ്താൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ളതായി തീരുന്നു എന്നുള്ളതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹലാലായ ഏത് കാര്യവും ആദരവിന്റെയും ബഹുമാനത്തിലുമായി ചെയ്താൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ളതാണ്. നോക്കൂ, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹി റിവായത്ത് ചെയ്യുന്നു. അതേപ്രകാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാള് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയി ഒരാളെ സന്ദർശിക്കാനായിട്ട്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒരാളെ സിയാറത്ത് ചെയ്യാനായിട്ട് ഒരാൾ യാത്ര പോവുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅർസലല്ലാഹു മലക്കൻ ഫീ മദ്റജിഹി, അയാളെ നടന്നു പോകുന്ന വഴിയിൽ ഒരു മലക്കിനെ അല്ലാഹു മനുഷ്യരൂപത്തിലാക്കി അവിടെ നിർത്തി. എന്ത് ഇയാളോട് ചോദിക്കാൻ? അങ്ങനെ ഇയാള് നടന്ന് വരുന്നു. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒരാളെ ഈ സ്പീക്കറിന് ഇതെല്ലാം പോയി. ഇതുവരെ നേരെ ഉണ്ടായില്ല. എന്ത് ചെയ്തേ? ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ അവിടെ നിർത്തി. അയാൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പച്ചയിൽ ഹദീസിൽ പറയുന്നു. യാത്ര കെട്ടി പുറപ്പെടാൻ 3 പള്ളികളിലേക്ക് പാടുള്ളൂ. അതേ ഹദീസിന്റെ തന്നെ റിവായത്തില് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ചെയ്ത റിവായത്തില് സിയാദത്തുണ്ട്. പള്ളികളിൽ നിന്നിട്ട്, ബാക്കി എല്ലാ പള്ളികളും ഒരുപോലെയാണ്. പള്ളികളിൽ നിന്നിട്ട് 3 പള്ളികളിലേക്ക് യാത്ര പുറപ്പെടും. വേറെ വിദ്യാഭ്യാസത്തിന് പോകണ്ടെന്നില്ല, സന്ദർശിക്കാൻ വേണ്ടി അത് ശരിയായ ലക്ഷ്യത്തോടുകൂടെയുള്ള സന്ദർശനത്തിന് വേണ്ടി പോകണ്ട എന്നില്ല. അതിനുള്ള ദലീല് തന്നെയാണ് ഈ ഹദീസ്. ഒരാളുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് സന്ദർശിക്കാനായിട്ട് പോയി. അപ്പൊ മലക്കിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ മലക്ക് ഇയാളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അബ്ദല്ലാഹ്, എവിടേക്കാണ് പോകുന്നത്? ഞാൻ അടുത്ത നാട്ടിലേക്ക് പോവാണ്. എന്തിനാണ് പോകുന്നത്? ഞാൻ സ്നേഹിച്ച ഒരാളുണ്ട് അവിടെ, അയാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്നേഹിക്കൽ, അള്ളാഹിനെ കരുതിയിട്ട് ആരെ സ്നേഹിക്കുക? അള്ളാഹുവിനെ കരുതിയിട്ട്. കളിയൊന്നുമല്ലത്. അത് വളരെ അസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് ആ സ്നേഹത്തിന്റെ പൊരുൾ അറിയുള്ളൂ. അപ്പോ അള്ളാഹുവിനെ കരുതിയിട്ടാ പോകുന്നത്. അപ്പൊ മലക്ക് എടുക്ക പോകുന്ന അവിടെ ഒരാളുണ്ട്, ഞാൻ സ്നേഹിച്ച ഒരാളുണ്ട്, അയാളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ മലക്ക് ചോദിക്കുന്നു, എന്തെങ്കിലും കിട്ടാനുണ്ടോ അയാളിൽ നിന്ന്? എന്തെങ്കിലും കിട്ടാനുണ്ടോ അയാളെ? വല്ല കടാട്ട കൊടുത്തത് നിനക്ക് കിട്ടാനുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അയാളിൽ നിന്ന്? എനിക്ക് വേറെ ഒരു ആവശ്യവും ഇല്ല, ഒന്നും കിട്ടാൻ എനിക്കില്ല. പിന്നെന്തിനാ പോകുന്നത് എന്ന് മലക്ക് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അയാളെ അല്ലാഹുവിനെ കരുതി സ്നേഹിച്ചിരിക്കുന്നു. പൊട്ടിസാക്കുന്ന
പോളിഷ് ഇടുന്ന് മുദാഹനത്ത് ചെയ്യുന്ന അതൊന്നുമല്ല സ്നേഹം. അതായത് സ്നേഹം നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് പറഞ്ഞിട്ട് വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മുദാഹനത്താണ്. യഥാർത്ഥമായ സ്നേഹം അത് വിവരിച്ചാൽ തീരൂല, അത്ര മാത്രം ഉണ്ട് വിവരിക്കാൻ. അപ്പൊ ഇയാള് പറഞ്ഞത് ഞാൻ അല്ലാഹുവിനെ കരുതിയിട്ട് അയാളെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ച് സലാം പറഞ്ഞ് അതായത് എന്തെങ്കിലും ഉപദേശിക്കുക എന്ന് പറഞ്ഞിട്ട് വരെ വേറൊന്നുമില്ല. അല്ലാഹുവിനുള്ള മഹബത്തിലുള്ള സ്നേഹം സന്ദർശനം അത്രയേ ഉള്ളൂ. അപ്പൊ മലക്ക് പറഞ്ഞു, നീ എന്നെ കാണും പോലെ ഞാൻ മനുഷ്യനൊന്നും അല്ല, നിന്നോട് അല്ലാഹു തന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യ രൂപത്തിൽ വന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുക കമാ അഹ്ബബ്തഹു ഫില്ലാഹ്. ആ മനുഷ്യനെ ഏത് പ്രകാരം നീ അല്ലാഹുവിനെ കരുതിയിട്ട് സ്നേഹിച്ചോ അതുപോലെ അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു എന്നറിയിക്കാൻ. സ്നേഹത്തിന് അത്ര വലിയ വിലയാണ് സഹോദര. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയത്, അൻത മുഹമ്മദ് അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ച ഓരോ കൂട്ടത്തിലാണ് നീ, നാളെ സ്വർഗത്തില് അവരെ കൂട്ടത്തിലാണ് നീ. അത് അവിടെ സഹാബാക്കൾ പറയുന്നു, ഇസ്ലാമായതിനു ശേഷം ഈ ഒരു കലിമ നബി തങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചതുപോലെ ഞങ്ങൾ വേറെ സന്തോഷിച്ചിട്ടില്ല. ഒന്ന് ഇസ്ലാമായപ്പോഴുള്ള സന്തോഷം, അതിൽ പിന്നെ ഇത്രയും സന്തോഷകരമായ ഒരു വാക്ക് നബി തങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് പിന്നെ ഇതാണ്. കാരണം നബി തങ്ങളെ സ്നേഹിക്കാത്ത ആരെങ്കിലുണ്ടോ സഹാബാക്കളിൽ? പിന്നെ അവർക്ക് കേൾക്കണോ, നിങ്ങൾ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെയാണ് എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതായത് ഇദാ ലാ തൻദുർ ഇലൽ മർഇ ബൽ ൻദുർ ഇലാ മൻ യുഖാലിലു. നീ ഒരാളെ അറിയണമെന്നുണ്ടെങ്കിൽ അയാളിലേക്ക് നോക്കണ്ട, അയാളെ ചങ്ങാതിമാരിലേക്ക് നോക്കിക്കോ. അയാളുടെ ചങ്ങാതിമാരെങ്ങനെയുള്ളവരാണോ അതനുസരിച്ച് ഇയാളെ കണക്കാക്കിക്കോ. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലെ ഈ സ്നേഹം എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളത് വളരെയധികം നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. കാരണം ഈ സ്നേഹം എന്നുള്ളത് ഇവിടെ നിന്നുണ്ടാകുന്നതല്ല, ആത്മീയ ലോകത്ത് ആത്മലോകത്ത് നിന്നുണ്ടായതാണ്. നമ്മൾ യുഗാന്തരങ്ങളായിട്ട് ആത്മലോകത്ത് ആത്മാവുകളുടെ ലോകത്ത് ജീവിച്ചിട്ടുള്ളവരാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, അൽ അർവാഹു ജുനൂദുൻ മുജന്നദ മാ തആറഫ മിൻഹാ തആലഫത് വമാ തനാകറ മിൻഹാ തഖാലഫത്. ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ സജ്ജമാക്കപ്പെട്ട സൈന്യ വ്യൂഹം പോലെയാണ്. അവിടെ വെച്ച് ആരെല്ലാം പരസ്പരം സ്നേഹിച്ചോ അവർ ഈ ലോകത്ത് വന്നും സ്നേഹിക്കും. അവിടെ വെച്ച് ആരും പരസ്പരം പരിചയപ്പെടുക സ്നേഹിച്ചില്ല, ഈ ലോകത്ത് വന്നാൽ ഓർ സ്നേഹിക്കുകയില്ല, പരിചയപ്പെടുകയുമില്ല. അത് നമുക്ക് കാണുന്നില്ലേ? ആലമുൽ അർവാഹിൽ നിന്ന് തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ് സ്നേഹം. പിന്നെ സ്നേഹം ഉണ്ടാവണം എന്ന് കരുതിയിട്ട് ഉണ്ടാവുന്ന കാര്യമില്ല. അല്ലാഹു തന്ന സ്നേഹം അതിനെ വളർത്തിയെടുക്കാനുള്ള ഉപാധികളാണ് നമുക്ക് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നോക്കി നമ്മൾ തന്നെ ചില മനുഷ്യന്മാരെ ഒറ്റ കാഴ്ചയിൽ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്നേഹം പോലത്തെ അനുഭവം നമുക്കുണ്ടാവും. മറ്റു ചിലരായിട്ട് ഒന്നായിട്ട് 5-8 വർഷം അക്കമഡേഷനുകളിൽ താമസിച്ചാൽ ഇപ്പൊ കാണുമ്പോൾ പറഞ്ഞിട്ട് പിരിയുന്നതല്ലാതെ സ്നേഹം എന്നുള്ള ഒന്നും അവിടെ ഉണ്ടാകാറേ ഇല്ല. ഇത് പഴയ കാലത്തെ കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ടിട്ടാണ് അത് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്തെന്ന് നീ ഒരാളെ അറിയണമെങ്കിൽ അയാളിലേക്ക് നോക്കണ്ട, അയാളെ ചാച്ചായിരുന്നു നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? അതായത് സ്നേഹം എന്നുള്ളത് ഉള്ള
ഉള്ളിൽ യോജിപ്പിക്കുന്ന ഒന്ന് ഇല്ലെങ്കിൽ ആ സ്നേഹം അവിടെ ഉണ്ടാവുകയില്ല. അതാണ് അതുകൊണ്ടിട്ടാണ് നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അല്ലാഹുവിന്റെ ഔലിയാക്കളോടും അതുപോലെ മഹാത്മാക്കളോടും സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷ വാർത്ത അറിഞ്ഞു. എന്തോ ഒന്ന് ഉള്ളിലൂടെ നമ്മൾക്കും അവരുടെയും ഇടയിലുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് സന്തോഷം കൊള്ളാം. മാത്രമല്ല അള്ളാഹുവിനോട് നമുക്ക് പറയാം, പഠിച്ചവനെ ഞങ്ങളിലേക്ക് നോക്കണ്ട, ഞങ്ങൾ സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും സഹാബാക്കളിലേക്കും അല്ലാഹുവിന്റെ ഔലിയാക്കളിലേക്കും നോക്ക് റബ്ബേ എന്ന് നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ച് എൻ്റെ പിന്നിൽ വരുന്ന പ്രഭാഷണ മഹത്തുക്കൾക്ക് അവസരം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കലാണ് നമ്മുടെ കടമ. നമ്മുടെ മനസ്സിൽ അവിടെ എന്ത് വരുന്നു എന്ത് പോകുന്നു, അതേ പ്രകാരം തന്നെ നമ്മുടെ സ്നേഹം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹാത്മാക്കളായ പ്രവാചകന്മാരുമായി അതുപോലെ ഔലിയാക്കളായിട്ടും മഹാത്മാക്കളുമായിട്ട് സ്നേഹിക്കുന്ന അവരോട് ഉള്ളിലൂടെ നമുക്ക് ബന്ധമുള്ള ആ മഹാഭാഗ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മരിക്കുന്നത് വരേക്കും നിന്റെ ദീനിന്റെ ഖിദ്മത്തിലും ദഅവത്തിലും നിലനിർത്തി തരണം റഹ്മാനെ. അതിനുള്ള ശേഷിയും ക്ഷമയും തൗഫീഖും ഞങ്ങൾക്ക് തരണം അല്ലാഹ്. നിന്റെ ദീനിന് ഉതകുന്നതായ ദുനിയാവ് ഞങ്ങളിലും ഈ നാട്ടിലും ചൊരിഞ്ഞ് തരണം റഹ്മാനെ. നിന്റെ ദീനിന് വിഘാതമാകുന്ന ദുനിയാവ് നമ്മളിലും ഈ നാട്ടിലും വരാതെ കാക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് പൂർണ്ണ ഈമാനോടെ നിന്റെ പൊരുത്തത്തിലായി മരിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും പെടുത്തണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുപോലെ ഒരു കാര്യം കൂടി ഇതിനോട് കൂടെ അറിയിക്കുന്നു. ഇപ്പൊ പൊതുവായിട്ട് ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അതായത് നമ്മുടെ ജമാഅത്തുകളെല്ലാം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അടിത്തറയിൽ തന്നെ ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കണം. അത് ഇടയ്ക്ക് വന്നിട്ട് ആരെങ്കിലും അത് കയറി വന്ന് അതിനെ ഫസാദാക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അത് ആ കാര്യത്തിന് എന്ന് മാത്രമല്ല, പല ജമാഅത്തുകളും അങ്ങനെ ഓരോരുത്തർ വന്ന് എന്താക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചിട്ട് വേറെ രൂപത്തിലാക്കുന്ന പ്രതിഭാസം എനിക്ക് ദിവസങ്ങളിലൊക്കെ സംഭവിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം വേണ്ട. ബഹുമാന്യരായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ ഉള്ളവനിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. SMF സുന്നി മഹല്ല് ഫെഡറേഷൻ ദക്ഷിണ കന്നഡയിലും രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദക്ഷിണ കന്നഡയിലും ജമാഅത്തുകളെ എല്ലാം കോർത്തുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അടിത്തറയിൽ സമസ്തയുടെ തണലിലായിട്ട് കോർത്തിരക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മുടെ ദീനിയായ അതിന്റെ തനതായ രൂപം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അത് ലക്ഷ്യമാക്കിക്കൊണ്ടിട്ടാണ് ഇൻഷാ അല്ലാഹ് അതിൽ എല്ലാ ജമാഅത്തുകളും അതിന്റെ SMFന്റെ ഫോം വാങ്ങിയിട്ട് അതിൽ അംഗമാവണം. 15-ാം തീയതി ഇവിടെ ടൗൺ ഹാളിൽ വെച്ചിട്ട് അതിന്റെ രൂപീകരണ സമ്മേളനം നടക്കുന്ന ചെറിയ ഹാളിൽ, ടൗൺ ഹാളിലെ ചെറിയ ഒരു ഹാളുണ്ട്. അവിടെ അതിൽ വെച്ച് ഇതിന്റെ സമ്മേളനം ചേർന്നതാണ്. അതിലേക്ക് എല്ലാ ജമാഅത്തുകളും
മുമ്പോട്ട് വന്ന് അതിലംഗമായി ചേർന്ന് നമ്മുടെ ദീനീ ആചാരങ്ങളും അതേപ്രകാരം തന്നെ ചര്യകളും വേണ്ടതുപോലെ നാട്ടിൽ എന്നെന്നും നിലനിൽക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് മാത്രമാണ് ആ കാര്യത്തിൽ നമ്മുടെ ഉദ്ദേശം. വേറൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അസ്സലാമു അലൈക്കും.